വലിയ തളത്തിനപ്പുറമുള്ള നടുമുറ്റത്തായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ശിവലിംഗത്തിൽ അവൻ്റെ മിഴികളുടക്കി. അപ്പോൾ ഇവിടെ ഇരുന്നാണ് പാർവതി ശിവപൂജ നടത്തുന്നത്. ഇവിടെ ഇരുന്നാണ് അവൾ കാലഭൈരവാഷ്ടകം ചൊല്ലുന്നത്. തളത്തിൽ ഒരു ആട്ടുകട്ടിൽ തൂക്കിയിട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നാൽ നടുമുറ്റത്ത് വെയിൽ വരുന്നതും മഞ്ഞ് വീഴുന്നതും മഴ പെയ്യുന്നതും ഒക്കെ കണ്ണ് നിറയെ കാണാം. ചന്ദനം മണക്കുന്ന അകത്തളങ്ങളും എന്നോ ഒരു കാലത്ത് കർണാട്ടിക് സംഗീതം മുഴങ്ങിയിരുന്ന ഇടനാഴികളും ആമനക്ക് വേറിട്ടൊരു അനുഭൂതി നൽകി. ഇരിക്കെ, ഞാൻ കഴിക്കാനെടുക്കാം, അവൾ പൂവട്ടി ശിവലിംഗത്തിനടുത്ത് കൊണ്ടുവെക്കുമ്പോൾ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് നടന്നു. വേണ്ടെന്ന് പറയാൻ അവന് കഴിഞ്ഞില്ല. അവൾ ഊണുമേശയിൽ പ്രാതലെടുത്ത് വെക്കുമ്പോൾ കാശി മന ചുറ്റി നടന്ന് കാണുകയായിരുന്നു. ചെറുതും വലുതുമായി കുറേ മുറികൾ, ഇടനാഴികളിലേക്ക് വെളിച്ചം അരിച്ചിറങ്ങാൻ വേണ്ടി പണിത കിളിവാതിലുകൾ, പഴയ കാലത്തിൻ്റെ ഓർമ്മപ്പെടുത്തൽ പോലെ ഇന്നും നിലകൊള്ളുന്ന അറയും പുരയും നിലവറകളും, തളങ്ങളിൽ കരിങ്കല്ല് കൊണ്ട് നിർമ്മിതമായ ഉരുളൻ തൂണുകൾ, ചുമരുകളിൽ രവിവർമ്മ ചിത്രങ്ങൾ, പിന്നിലെ വലിയ കുളം. അവിടെ നിന്ന് നോക്കിയാൽ പീലി വിരിച്ചാടുന്ന തെങ്ങിൻ തോപ്പുകൾ കാണാം. ഈ കുളത്തിലാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പാർവതി കുളിക്കാനിറങ്ങുന്നത്. അവളുടെ സ്നാനസ്ഥലം സാക്ഷാൽ പാർവതിക്ക് മാനസരോവരം പോലെ. അവൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. അവിടെ നിന്ന് തിരിച്ച് കയറി മുന്നോട്ട് നടക്കുമ്പോൾ പഴയതുപോലെ കിടപ്പുമുറികളുടെ ഭാഗത്തേക്ക് തന്നെ തിരിച്ചു വന്നു. അതിലൊന്നിലാണ് പാർവതിയുടെ ശയ്യാമുറി. അവൻ അതിലേക്ക് കയറി. ഒരു ഇരട്ട കട്ടിലാണ് അതിൽ ഇട്ടിരിക്കുന്നത്. തടി ജനാലകൾ തുറന്നിട്ടിരിക്കുകയാണ്. ഒരു വശത്ത് നിറയെ അവളുടെ ബുക്കുകളും പുസ്തകങ്ങളും അടങ്ങിയ ഷെൽഫാണ്. മറ്റൊരു ഭാഗത്ത് അലമാര വെച്ചിരിക്കുന്നു. അതിനോട് ചേർന്നൊരു ടേബിളിൽ ഒരു പഴയ വീണ ചാരി വെച്ചിരിക്കുന്നു. അവനതിൽ ഒന്ന് തൊട്ടു. പെട്ടെന്ന് പാർവതി അങ്ങോട്ട് വന്നു. കാശി, ഇവിടെ വന്ന് നിൽക്കാണോ? ഞാൻ മുറ്റത്തൊക്കെ നോക്കി. ഞാൻ ഈ മനയൊക്കെ ഒന്ന് ചുറ്റി കാണുമായിരുന്നു. ഇത് തൻ്റെ റൂമാ? അതെ. തനിക്ക് വീണ വായിക്കാൻ അറിയോ? എനിക്കറിയില്ല, അവൾ ചുമൽക്കൂച്ചി. അപ്പൊ ഇത് ആവോ, ഞാനിവിടെ താമസത്തിന് വരുമ്പോൾ ഈ മുറിയിൽ ഈ വീണയുണ്ടായിരുന്നു. ഞാനത് പൊടിയൊക്കെ കളഞ്ഞ് ഒരു അലങ്കാരത്തിനെടുത്ത് ഇവിടെ വെച്ചു. ഓ, ഞാൻ വിചാരിച്ചു തൻ്റെ വീണയാണെന്ന്. അപ്പോൾ ഇവിടെ മുമ്പ് താമസിച്ചിരുന്നവരിൽ ആരോ വീണ മീട്ടാൻ അറിയുന്നവരുണ്ടായിരുന്നു. കാണുമായിരിക്കും. കാശിക്ക് ഇവിടെ താമസിച്ചവർ ആരെന്നറിയില്ലേ? ഇത് നിങ്ങളുടെ മനയല്ലേ? അപ്പോൾ അറിയായിരിക്കുമല്ലോ. ഈ മനയും ഞാനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിലും ഇവിടെ മുമ്പ് ആരാണ് താമസിച്ചിരുന്നതെന്നൊന്നും എനിക്കറിയില്ല. നിലവിൽ ഈ മന എൻ്റെ പേരിലാണെന്ന് മാത്രം അറിയാം. ഒരുപക്ഷെ അമ്മക്ക് അറിയുമായിരിക്കും. അവൻ ചിരിച്ചു. എന്നാ പിന്നെ അന്വേഷിക്കാൻ പോവണ്ട, വാ. കാശിക്ക് വേണ്ടി ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്, അവൾ പറഞ്ഞു. ഇരുവരും ഊണുമുറിയിലേക്ക് നടന്നു. അവിടെ കണ്ട വിഭവം കാശിയെ തെല്ലൊന്നുമല്ല അമ്പരപ്പിച്ചത്. രാമശ്ശേരി ഇഡലി. ഇത് താനുണ്ടാക്കിയതാ? അവൻ ചോദിച്ചു. അതെ, കഴിച്ചു നോക്ക്. അവൻ കസേരയിലിരുന്നു. പാർവതിയെ അടുത്തു നിന്ന് ഇഡലിയും ചമ്മന്തിയും വിളമ്പിക്കൊടുത്തു. ഇത് അത്ഭുതമാണ് കേട്ടോ. ഞാൻ ആഗ്രഹിച്ചിരുന്നു രാമശ്ശേരി ഇഡലി കഴിക്കണമെന്ന്. തന്നെ കണ്ടിട്ട് ഈ വഴി രാമശ്ശേരിക്ക് പോകാനിരുന്നതാ. അപ്പതാ മുന്നിൽ രാമശ്ശേരി ഇഡലി. കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് പറ, അവൾ കാശിയുടെ ഇടതുവശത്ത് നിന്നുകൊണ്ട് പറഞ്ഞു. നൂലിൻ്റെ അടയാളം വീണ പരന്ന ഇഡലി അല്പം മുറിച്ചവൻ നാവിൽ വെച്ചു. തന്നെപ്പോലെ തന്നെ, സോഫ്റ്റ് ആൻഡ് സൂപ്പർ. അത് കേട്ടപ്പോൾ പാർവതിയുടെ മുഖം സന്തോഷം കൊണ്ട് തിളങ്ങി. ഒപ്പം ആ വൈരക്കല്ല് മുക്കുത്തിയും. ഇതിൻ്റെ അച്ചവിടുന്ന് കിട്ടി. ഒരു മൺപാത്രം വാങ്ങി ശ്യാമിനെ കൊണ്ടതിൽ നൂല് കെട്ടിച്ചു. അല്ലാതെ വാങ്ങിയതൊന്നുമല്ല. കഴിച്ചു തീരാറായപ്പോൾ അവൻ ചോദിച്ചു, താൻ കഴിക്കുന്നില്ലേ? അത് ഞാൻ കഴിച്ചോളാം, കാശി കഴിക്ക്. അവൾ ഗ്ലാസ് ജഗ്ഗിൽ നിന്ന് അവന് വെള്ളം പകർന്നുകൊണ്ട് പറഞ്ഞു. അത് പറ്റില്ല, താൻ കഴിച്ചേ തീരൂ. ഒറ്റയ്ക്കിരുന്ന് കഴിച്ചാൽ എനിക്ക് ബോറടിക്കും. കാശി അവളുടെ കൈക്ക് പിടിച്ചു. അതല്ല കാശി, എനിക്കിന്ന് ഉപവാസമാണ്. ഉപവാസമോ? അവൻ അവിശ്വസനീയതയോടെ ചോദിച്ചു. അതെ. നുണ, യു ആർ ലെയിങ്. ഉപവാസത്തിലാണെങ്കിൽ പിന്നെ ഇത് താൻ ആർക്ക് വേണ്ടി ഉണ്ടാക്കിയതാ? ഞാൻ വരുമെന്ന് താൻ മുൻകൂട്ടി അറിഞ്ഞോ? ഇല്ലല്ലോ. അതിനവൾ മറുപടി ഇല്ലായിരുന്നു. ടെൽ മീ ട്രൂത്ത്, ഇത് തനിക്ക് വേണ്ടി ഉണ്ടാക്കിയതല്ലേ? ഞാൻ വന്നപ്പോൾ അതെനിക്ക് തന്നു. ഇനിയൊന്നും ബാക്കിയില്ലാത്തത് കൊണ്ടല്ലേ ഉപവാസമാണെന്ന് നുണ പറഞ്ഞത്? അവൾ ഒന്നും പറയാതെ നിന്നു. കാശി പതിയെ എഴുന്നേറ്റു. അത് കുഴപ്പമില്ല, എനിക്കിതൊന്നും പുതിയ കാര്യമല്ല. എത്രയോ രാത്രികളിൽ പച്ചവെള്ളം മാത്രം കുടിച്ച് കിടന്നുറങ്ങിയിട്ടുണ്ട്. കാശിക്കതൊന്നും ശീലമുണ്ടാവില്ല. കഴിച്ചു തീരാതെ എഴുന്നേൽക്കാൻ പാടില്ല. അന്നം ബ്രഹ്മമാണെന്നാ പറയുക. അതുകൊണ്ട് ആഹാരം കഴിക്കുമ്പോൾ എന്തു വന്നാലും എഴുന്നേൽക്കാൻ പാടില്ല. ഇരുന്ന് കഴിക്ക്. അന്നം ബ്രഹ്മമാണെന്ന് എവിടെ പറഞ്ഞു? വേദത്തിൽ. ഒരാൾ വിശന്നു നിൽക്കുമ്പോൾ അത് കാണാതെ ഭക്ഷിക്കുന്നത് ന്യായമാണെന്ന് വേദത്തിൽ പറയുന്നുണ്ടാവില്ലല്ലോ. പക്ഷേ ഇവിടെ ഇപ്പോൾ ഞാൻ ഇതേ ഉണ്ടാക്കിയിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇനി ഉണ്ടാക്കേണ്ടി വരും.
എങ്കിൽ ഉണ്ടാക്കാം, അല്ലാതെ ഞാൻ കഴിച്ചതിൻ്റെ ബാക്കി നിനക്ക് തരാൻ പറ്റില്ലല്ലോ. എങ്ങനെയാണെന്ന് കാണിച്ചു തന്നാൽ ഇഡലി ഞാൻ തന്നെ ഉണ്ടാക്കിത്തരാം. അതിഥി ദൈവമല്ലേ, അവരെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് ശരിയല്ല. ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. കാശി കഴിക്ക്. ഉറപ്പാണോ? അവൾ മൂളി. കാശി വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കഴിച്ചു തീർന്നതും അവന് ആദ്യയുടെ കോൾ വന്നു. ഹലോ. കാശി കോളെടുത്തു. നാടിഷ്ടമില്ലാത്ത നീ എന്തിനാടാ ഇന്നലെ പാതിരാത്രിക്ക് ചെത്തല്ലൂര് വന്നത്? ഇത്തിരി ദേഷ്യത്തോടെ അയാൾ ചോദിച്ചു. ചെറിയച്ച, ഞാൻ സത്യമായും ഇങ്ങോട്ട് വരണമെന്ന് കരുതിയിരുന്നതല്ല. മുംബൈ വരെ വന്നതാണ്. അവിടെ വെച്ചെനിക്ക് മതി. വിശദീകരിക്കണമെന്നില്ല. ഞാനെല്ലാം അറിഞ്ഞു. ആട്ടെ, വന്നപാടെ സാർ ഇവിടെ തെണ്ടാൻ പോയതാ? ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ. പാർവതി അവൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ട് അടുത്ത് തന്നെ നിന്നു. നിനക്കതിന് ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടോ? ആദ്യം കളിയാക്കി ചോദിച്ചു. ചെറിയ ചിരിപ്പ് എന്താ വേണ്ടേ? നിന്റെ തിരുമോന്ത ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങളെല്ലാവരും ഇവിടെ കാത്തിരിക്കുക. പൂവമ്പാട്ടുനിന്ന് എല്ലാവരുമുണ്ട്. നീ എവിടെ പോയതാണെങ്കിലും ഇവിടെ തിരിച്ചെത്തണം, എത്രയും വേഗം, ആദി ആജ്ഞാപിച്ചു. കാശി ഫോൺ വെച്ചിട്ട് പാർവതിയെ നോക്കി ചിരിച്ചു. ചെറിയച്ഛനാ, നല്ല കലിപ്പിലാ. അവരാരും അറിയാതെയല്ലേ ഞാനിവിടെ വന്നത്. മുമ്പ് പലപ്പോഴും അവർ വരുമ്പോൾ എന്നെ കൂടെ കൂട്ടാൻ നോക്കും. അപ്പോഴെല്ലാം ഞാൻ എന്തെങ്കിലും പറഞ്ഞ് തടിയൂരും. എന്തായാലും ഇനി നിൽക്കുന്നില്ല, ഇറങ്ങട്ടെ. അവൻ എഴുന്നേറ്റു. കിണറിൻ്റെ കരയിൽ ചെന്ന് കൈകൾ കഴുകിയിട്ട് അവൻ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. പിന്നാലെ പാർവതിയും. ഞാൻ വരാം, 2 ആഴ്ച ഇവിടെ തന്നെ ഉണ്ടല്ലോ. കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാശി പറഞ്ഞു. അവൾ തലയാട്ടി പുഞ്ചിരിച്ചു. പ്രജാപതി ഹൗസിലെ വലിയ ഹാളിൽ എല്ലാവരും കൂടി കൊടുമ്പിരി കൊണ്ട ചർച്ചയിലായിരുന്നു. വിഷയം കാശിയുടെ അപ്രതീക്ഷിതമായ വരവ് തന്നെ. ആ പെങ്കൊച്ചുമായിട്ട് അവൻ എങ്ങനാ ഇത്രയും അടുപ്പം വന്നത്? അതെന്തായാലും ഇന്നോ ഇന്നലെയോ തുടങ്ങിയ അടുപ്പമാവില്ല. ആ മാലയ്ക്ക് നല്ല തൂക്കം വരുമെന്നാ സുനീഷ് പറഞ്ഞത്. അത്രയും വലിയൊരു സമ്മാനം കൊടുക്കണമെങ്കിൽ. ശാരദ സന്ദേഹത്തോടെ പറഞ്ഞു. അതെ, ആ പെണ്ണാണെങ്കിൽ നല്ല സുന്ദരിയാണ്. ബാക്ക്ഗ്രൗണ്ടൊക്കെ നമുക്കൊന്ന് തിരക്കിയാലോ ഏട്ടത്തി? മല്ലിക താല്പര്യത്തോട് ചോദിച്ചു. അതിലിത്ര തിരക്കാനൊന്നുമില്ല. ഷീസ് ആൻ ഓർഫൻ. കാശിയുടെ പേരിൽ ഒരു മനയുണ്ട് ഒറ്റപ്പാലത്തിനടുത്ത്. അവിടെ റെന്റിന് താമസിക്കുകയാണ് ഈ പറഞ്ഞ പാർവതി. അവളുടെ കാര്യങ്ങൾ നോക്കുന്നത് ഫെർണാണ്ടസ് എന്നൊരാളാണ് സ്പോൺസർ. ഈ മന അവൻ റെക്കമെൻഡ് ചെയ്യിച്ച ആ പെണ്ണിന് കൊടുപ്പിച്ചത്. അന്നേ ഞാൻ അവനെ വാൺ ചെയ്തതാണ് ആവശ്യമില്ലാത്ത അടുപ്പം വേണ്ടെന്ന്. ഇന്നലെയും അതും പറഞ്ഞ് ഞങ്ങൾ തമ്മിൽ ഒരു ആർഗ്യുമെൻ്റ് ഉണ്ടായി. ഓ, അപ്പം അതാണ് ഇന്നലെ നീ അവളോട് അത്രയും ചൂടായത്. നിങ്ങൾ തമ്മിലുള്ള സംഭാഷണം കേട്ടുനിന്ന ഞങ്ങൾക്കാർക്കും അപ്പോൾ അതൊന്നും മനസ്സിലായില്ല, സുചിത്ര പറഞ്ഞു. അല്ലാതെ പിന്നെ അവനൊരു സമ്മാനം കൊടുത്തതിൻ്റെ പേരിൽ എനിക്ക് അവളോട് ചൂടാവേണ്ട കാര്യമുണ്ടോ? അനസൂയ ചോദിച്ചു. എന്തൊക്കെയായാലും അവളുടെ നൃത്തം ഗംഭീരമായിരുന്നു. ചെത്തല്ലൂർക്കാർ മുഴുവൻ അതിശയിച്ചു പോയില്ലേ? അനന്തകൃഷ്ണൻ പറഞ്ഞു. എനിക്കവളെ നേരിട്ടൊന്ന് അഭിനന്ദിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു, ഗഗന പറഞ്ഞു. നമ്മുടെ ഫാമിലിക്ക് ചേരുന്ന ഒരു പെണ്ണല്ല പാർവതി. ആ ബന്ധം പ്രജാപതി കുടുംബത്തിൻ്റെ സ്റ്റാറ്റസിന് യോജിക്കില്ല. അതുകൊണ്ടാ ഞാൻ സ്ട്രോങ് ആയിട്ട് അവനെ എതിർക്കുന്നത്. അപ്പോൾ പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു. കാശി വന്നെന്ന് തോന്നുന്നു, മല്ലിക പറഞ്ഞു. എല്ലാവരും അവൻ്റെ വരവിനായി കാത്തിരുന്നു. അല്പം കഴിഞ്ഞപ്പോൾ കാശി അകത്തേക്ക് കയറി വന്നു. ഹാളിൽ എല്ലാവരുമുണ്ടെന്ന് കണ്ടപ്പോൾ അവൻ്റെ മുഖത്ത് ഒരു ചമ്മൽ പടർന്നു. ആ മല്ലികെ, നീ പുറത്തിറങ്ങിയൊന്ന് നോക്കിക്കേ, വല്ല വെള്ളക്കാക്കിയും മലർന്ന് പറക്കുന്നുണ്ടോന്ന്. അല്ല, അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടിട്ട് ആകെക്കൂടെ ഒരു സംശയം, ആദി പറഞ്ഞു. വേണ്ട, ഇനി ആരും അവനെ കളിയാക്കണ്ട. എൻ്റെ കുട്ടി വന്നല്ലോ, 2 ആഴ്ച നിൽക്കാൻ സമ്മതിച്ചല്ലോ, അത് മതി. ശാരദ എഴുന്നേറ്റ് ചെന്ന് അവൻ്റെ കരം കവർന്നുകൊണ്ട് പറഞ്ഞു. എന്നാലും എൻ്റെ മോനെ, ഇവിടെ വരെ വന്നിട്ട് ഞങ്ങളെയൊക്കെ കാണാൻ കൂടി കൂട്ടാക്കാതെ പോകാൻ തോന്നിയല്ലോ നിനക്ക്? സുചിത്ര ചോദിച്ചു. ഞാൻ എല്ലാവരെയും കണ്ടിരുന്നു, അവൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾക്ക് നിന്നെ കാണണ്ടേടാ, അവർ ചോദിച്ചു. കാശി മിണ്ടാതെ നിന്നു. നീ വാ. ശാരദ അവനെ പിടിച്ച് സെറ്റിയിൽ കൊണ്ടിരുത്തി. അവരും അടുത്തിരുന്നു. എന്നാ പിന്നെ പൂമുടൽ വരുന്നാഴ്ച നടത്താം. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നേ? ഞാൻ ഇന്ന് തന്നെ തിരുമേനിയോട് പറയാം, ശാരദ പറഞ്ഞു. പൂമുടലോ? കാശി നെറ്റി ചുളിച്ചുകൊണ്ട് ചോദിച്ചു. ആ, നീ തിരിച്ചു വരാൻ വേണ്ടി പൂവമ്പാട്ട് ദേവിക്ക് നിന്റെ അമ്മ ഒരു വഴിപാട് നേർന്നിരുന്നു. ആ വഴിപാട് നീ മടങ്ങിപ്പോകുന്നതിന് മുമ്പ് നടത്തണം. അതിന് ഞാൻ വരേണ്ട കാര്യമുണ്ടോ? പിന്നെ നീ വരാതെ? നിന്റെ പേരിലുള്ള വഴിപാടല്ലേ? അനസൂയ ചോദിച്ചു. അത് കേട്ടപ്പോൾ മല്ലികയും ആദ്യം ചിരിക്കാൻ തുടങ്ങി. എന്താടാ, എന്തിനാ നിങ്ങൾ ചിരിക്കുന്നേ? അനസൂയ ചോദിച്ചു. ചിരിക്കാതെ വേറെന്ത് ചെയ്യാനാ?
ഇവനെ നല്ല അസ്സല് നിരീശ്വരവാദിയാ. ദൈവമെന്നത് ഫേക്ക് കൺസെപ്റ്റാണെന്നാണ് ഇവൻ പറയുന്നേ. ആ അവനെയാ നിങ്ങൾ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകാനും വഴിപാട് നടത്താനും ഒക്കെ നോക്കുന്നേ, ആദി പറഞ്ഞു. അത് കേട്ട് എല്ലാവരും അവനെ നോക്കി. ആണോടാ, നീ എത്തിയസ്റ്റ് ആണോ? അനന്തകൃഷ്ണൻ ചോദിച്ചു. യെസ്, ഐ ആം ആൻ എത്തിയസ്റ്റ്. അതൊരു മഹാഭാവമൊന്നുമല്ലല്ലോ. ചിലർക്ക് വിശ്വാസം കാണും, ചിലർക്ക് വിശ്വാസം കാണത്തില്ല. അത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യമല്ലേ. ഞാനേതായാലും ഒരു വഴിപാടിനു വേണ്ടി അമ്പലത്തിലേക്ക് വരാനോ അവിടെ പ്രാർത്ഥിക്കാനോ തയ്യാറല്ല. ഒന്ന് തൊഴുതെന്ന് കരുതി എന്ത് വരാനാ കാശി? സുചിത്ര ചോദിച്ചു. ക്ഷേത്രത്തിലിരിക്കുന്ന വിഗ്രഹം ജീവനില്ലാത്തൊരു വസ്തുവാണ്. അതിനോട് എന്തു പറഞ്ഞാലും യാതൊരു പ്രതികരണവും ഉണ്ടാവില്ല. കണ്ണ് കാണാത്ത, ചെവി കേൾക്കാത്ത അചേതനായ ഒരു വസ്തുവിൻ്റെ മുന്നിൽ പോയി പിച്ചുമ്പേയും പറയാൻ എനിക്ക് തലക്ക് ഓളമൊന്നുമില്ല. അതും പറഞ്ഞ് കാശി എഴുന്നേറ്റ് മുകളിലേക്ക് പോയി. അതിൻ്റെ അർത്ഥം നമുക്കെല്ലാം വട്ടാണെന്നല്ലേ? ഗഗന ചോദിച്ചു. ഇവനെയും കൊണ്ട് ക്ഷേത്രത്തിൽ പോകാമെന്നുള്ള ഏട്ടത്തിയുടെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പൂമുടൽ നമുക്കെല്ലാം കൂടിയങ്ങ് നടത്താം. അതല്ല മല്ലികെ, ഞാൻ അവന് വേണ്ടി നേർന്ന വഴിപാടാണ്. അതിലവൻ്റെ പ്രസൻസ് മസ്റ്റാണ്, അനസൂയ പറഞ്ഞു. റൂമിൽ ചെന്ന ഉടനെ കാശിക്ക് കരണിൻ്റെ ഫോൺ വന്നു. അവൻ റൂമിലെ ചാരുകസേരയിൽ ഇരുന്നു കൊണ്ട് കരണിനോട് സംസാരിക്കാൻ തുടങ്ങി. ഹായ് കരൺ, നീ നാട്ടിൽ സ്റ്റക്കായല്ലേ? നിന്റെ മെസ്സേജ് ഞാൻ അല്പം മുമ്പാ കണ്ടേ, കരൺ പറഞ്ഞു. ഒട്ടും പ്രതീക്ഷിച്ചതല്ല ഇവിടെ ഇങ്ങനെ. നീ ആ പാർവതിയെ കണ്ടോ? യെസ്, ഞാനിന്ന് അവളെ മീറ്റ് ചെയ്തു. എന്നിട്ട്? കരണിനെ ആകാംക്ഷയായി. കണ്ടു, സംസാരിച്ചു. അവൾ തന്ന ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് തിരിച്ച് വീട്ടിലെത്തി. അത്ര തന്നെ. പറഞ്ഞു കേട്ട പോലെ അവൾ കാണാൻ വലിയ സുന്ദരിയാ? യാ, ഷീ ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഇത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ അധികമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ നീ ഇനി തിരിച്ചു പോകുന്നില്ല എന്ന് തീരുമാനിച്ചോ? കരൺ കളിയാക്കി ചോദിച്ചു. ഏയ് നോ, ഞാൻ തിരിച്ചു പോകും. അതെന്താടാ പാർവതിയെപ്പോലെ ഒരു പെണ്ണിനെ വേണ്ടെന്ന് വെക്കാൻ കാര്യം? ആർ യു മാഡ്? ഞാൻ ആരുടെയും സൗന്ദര്യത്തിൽ വിശ്വസിക്കുന്നില്ല പാറു. ഞാൻ അറിഞ്ഞെടുത്തോളം ഒരു നല്ല കുട്ടിയാണ്. പക്ഷേ കൂടുതലൊന്നും അറിയില്ലല്ലോ. മാത്രമല്ല, കാണുന്ന മാത്രയിൽ തോന്നുന്ന ഒന്നല്ല പ്രണയം. ഇനിയുള്ള 2 ആഴ്ചക്കാലം ഈ നാടിൻ്റെ സ്പന്ദനം ഒന്നറിയട്ടെ ഞാൻ. നാടിൻ്റെ മാത്രമാക്കണ്ട, പാറുവിൻ്റെയും കൂടി സ്പന്ദനം അറിഞ്ഞോ? പോടാ. കാശി ചിരിച്ചു. പെട്ടെന്ന് അശ്വിൻ്റെ കോൾ വന്നു. ആ കരൺ, എനിക്ക് വേറൊരു കോൾ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ശരിയടാ, കരൺ പറഞ്ഞു. കാശി ആ കോൾ കട്ട് ചെയ്തിട്ട് അശ്വിൻ്റെ കോൾ എടുത്തു. അച്ചു, പറയടാ. നീ വീട്ടിലാണോ? അശ്വിൻ ചോദിച്ചു. യെസ്. വൈകിട്ട് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൻ്റെ മുന്നിൽ കളിയുണ്ട്. നീ വരില്ലേ? വരണം. പഴയതുപോലെ നമുക്ക് ഒന്ന് ആഘോഷിക്കാം. അമ്പലക്കുളത്തിൽ കുളിക്കാം. വിരോധമില്ലെങ്കിൽ അന്നപൂർണേശ്വരിയെ ഒന്ന് തൊഴാം. ഒരുപാട് കാലമായില്ലേ നീ ഇതൊക്കെ മിസ് ചെയ്യുന്നു. ഞാൻ വരാം. ഞാനത് ആഗ്രഹിക്കുന്നുണ്ട് ഇപ്പോൾ, അവൻ പറഞ്ഞു. ഓക്കെ, അപ്പോൾ വൈകിട്ട് കാണാം. 4:30 ആവുമ്പോൾ എല്ലാവരും വരും, അശ്വിൻ പറഞ്ഞു. ഓക്കെ. ഫോണ് ടീപ്പോയിൽ വെച്ചിട്ട് അവനെന്തോ ആലോചിക്കുമ്പോഴാണ് ഗഗന കയറി വന്നത്. അവളെ കണ്ടപ്പോൾ കാശി പുഞ്ചിരിച്ചു. ഞങ്ങൾ പോകുക. നിനക്ക് സൗകര്യപ്പെടുമെങ്കിൽ അങ്ങോട്ടൊന്നിറങ്ങ്. മറ്റന്നാൾ ഞാൻ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകും. കനത്ത മുഖത്തോടെ അവൾ പറഞ്ഞു. എന്താടി സംസാരിക്കുമ്പോൾ ഒരു കനം? മുഖമാകെ കടന്നൽ കുത്തിയ പോലെ. അവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. കടന്നൽ കുത്തേറ്റത് ഞങ്ങൾക്ക് ആർക്കുമല്ല, നിനക്കാ. വന്നു കയറിയിട്ട് ആരോടെങ്കിലും നീ ഒരു നല്ല വാക്ക് പറഞ്ഞോ? കയറി ഇങ്ങ് പോന്നില്ലേ? ഇത്രക്ക് ഗമ പാടില്ല കേട്ടോ. എടി, ഗമ കാണിച്ചതൊന്നുമല്ല. നീ കണ്ടതല്ലേ എന്നെ വറുക്കാനുള്ള കലവും തയ്യാറാക്കി ചെറിയച്ഛനിരുന്നത്. രക്ഷപ്പെട്ട് ഓടിയതല്ലേ ഞാൻ. നിങ്ങൾക്കൊക്കെ വിഷമമായെങ്കിൽ സോറി. കാശി അവളുടെ കൈ പിടിച്ചു. എങ്കിൽ നീ താഴേക്ക് വാ, അവരൊക്കെ വിഷമിച്ചിരിക്കാം. അതിനെന്താ, വരാലോ. ഉച്ചയ്ക്ക് ലഞ്ചും കഴിഞ്ഞു പോയാൽ മതി എല്ലാവരും. ഒത്തിരി കാലത്തിന് ശേഷം നാട്ടിൽ വന്നിട്ട് ഞാനായിട്ട് ആരെയും വിഷമിപ്പിക്കുന്നില്ല. പോയാൽ പിന്നെ എന്നാ മടക്കം എന്നറിയില്ലല്ലോ. ഇതുപോലെ വർഷങ്ങൾ കഴിഞ്ഞാവും. അത് കേട്ടപ്പോൾ ഗഗന സങ്കടത്തോടെ അവനെ നോക്കി. എന്തിനാടാ ഈ വാശി? പോയാലും ഇടയ്ക്കൊക്കെ വന്നൂടെ? വാശി കാണും, കാരണം ഞാൻ അനസൂയ പ്രജാപതിയുടെ മകനാണ്. ആ ബ്ലഡാണ് എൻ്റെ സിരയിൽ കൂടി ഓടുന്നത്. അനസൂയ പ്രജാപതിയുടെ മകൻ മാത്രമല്ല, നീ സാധുവായ ദേവനാരായണ പ്രജാപതിയുടെ മകനും കൂടിയാണ്. പക്ഷേ ആ പാവത്വം നിനക്ക് കിട്ടിയിട്ടില്ല. ഇത് അമ്മമോൻ തന്നെ. ആ വാശി, ആ ദേഷ്യം, ആ ക്യാരക്ടർ. ഗഗന പറയുന്നത് കേട്ട് കാശി ചിരിച്ചു. അവർ ഇരുവരും താഴേക്ക് ചെന്നു. പിണക്കം നടിച്ചിരുന്ന എല്ലാവരെയും ഒരു ചിരി കൊണ്ടവൻ മാറ്റിയെടുത്തു. ദമയന്തിക്കൊപ്പം അടുക്കളയിൽ കയറി. അവർ വേണ്ടെന്ന് പറഞ്ഞിട്ടും ഉച്ചയൂണ് തയ്യാറാക്കാൻ അവനും കൂടി. ദമയന്തിക്ക് അത് വലിയ സന്തോഷമായി. കാശി ഇപ്പോഴും ആ പഴയ കാശി തന്നെ.
എപ്പോഴും ദമയന്തി ആൻറ്റി എന്ന് വിളിച്ച് തൻ്റെ പിന്നാലെ നടന്നിരുന്ന ആ പഴയ കാശി. എല്ലാവർക്കും ഒപ്പമിരുന്ന് അവൻ സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു. അനസൂയയുടെ ഹൃദയം ഇപ്പോൾ ശാന്തമാണ്, തികച്ചും സന്തോഷപ്രദമാണ്. ഈ വരവിൽ കൂടി അവനെ മാറ്റിയെടുക്കണം. അവൻ്റെ മനസ്സിൽ തന്നോടുള്ള എല്ലാ അകൽച്ചയും ഇല്ലാതാക്കണം. ഇനിയുള്ള കാലം അവനെ തൻ്റെ മകനാക്കി തന്നെ സ്നേഹിക്കുന്ന മകനാക്കി മാറ്റിയെടുക്കണം.